ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് വയനാടൻ സ്പെഷ്യലായിട്ടുള്ള പോത്തിൻകാല് വരട്ടിയതാണ്. നിങ്ങൾ എല്ലാവരും യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും വയനാടൻ പോത്തിൻകാല്. ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണത്. കിഡ്ലൻ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാക്കിയാലും ആവും. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും അതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി സ്പെഷ്യലാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ കഴിക്കാൻ അല്ലെങ്കിൽ കപ്പയോ അല്ലെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാനിത് ഒരു 2 പീസസ് ആക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. കുറച്ച് അധികം മൂപ്പാവാത്ത ഒരു കാലാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് 2-3 ഒക്കെ ഇടാം. പിന്നെ ഒരു സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാളയൊക്കെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തത്. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് അരച്ചെടുക്കും. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഈ സംഭവം ഉണ്ടാവുക. അപ്പോൾ എരിവൊക്കെ ഇത്തിരി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി കാശ്മീരി അല്ലെങ്കിൽ സാധാ മുളക് പൊടി ഉപയോഗിക്കുക. ഞാനൊരു കളറിന് വേണ്ടി കാശ്മീരി ഉപയോഗിച്ചതാണ്. ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ ചൂടിൽ കിടന്ന് തന്നെ അത് റോസ്റ്റ് ആയിക്കോളും. ഫ്ലെയിം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പൊടികളെല്ലാം കരിഞ്ഞു പോവും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പോത്തിൻകാല് ഞാൻ കുക്കറിലിട്ട് വേവിക്കുകയാണ്. ഒരു വലിയ കുക്കറിൽ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണിത്. അതിലേക്ക് പോത്തിൻകാലിട്ടു. പിന്നെ നമ്മൾ ഈ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. കൂടുതൽ വെള്ളം ഉണ്ടായാലും നന്നായിട്ട് അരയില്ല. അപ്പോൾ ആ പേസ്റ്റ് അതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് ഇല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മുങ്ങി കിടക്കത്തക്ക രീതിയിലൊന്നും വെള്ളം വേണ്ട. കുക്കറിലായതുകൊണ്ട് തന്നെ വേവാത്ത പ്രശ്നം വരില്ല. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വല്ലാതെ അങ്ങ് മിക്സ് ചെയ്യാൻ കഴിയില്ല നമുക്ക്, കാരണം ഇതിങ്ങനെ വലിയ പീസായത് കാരണം. അപ്പോൾ മാക്സിമം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. നമ്മൾ ഇത് ഉരുളിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും വേവാൻ, ഇത്ര വലിയ പീസായതുകൊണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചത്. അപ്പോൾ ഒരു വിസിൽ വന്നാൽ, ആദ്യത്തെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. ഓരോ കുക്കറിനനുസരിച്ച് അതുപോലെ ഇതിൻ്റെ മൂപ്പനുസരിച്ചൊക്കെ വേവുന്നതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചത്. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു. അപ്പോൾ ഒരു 90% വേവായിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ചുവന്നുള്ളിയൊക്കെ കുറച്ച് കൂടുതലെടുത്താൽ നല്ലതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, എന്നാലും ഈ സമയത്തും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ സ്പൈസി ആയിക്കോളും. ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് 2-3 ഒക്കെ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക.
പിന്നെ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും, നല്ല കളറും കിട്ടും. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ പോത്തുംകാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ആ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ല, ഒരു 90% ഒക്കെ വേവായിട്ടുള്ളൂ. ഇനി ഇതിൽ കിടന്നിട്ട് വേണം ബാക്കി വേവാൻ. കംപ്ലീറ്റ് ആയിട്ട് കുക്കറിൽ തന്നെ വേവിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഉരുളിയിൽ കിടന്ന് ഇങ്ങനെ കുക്കറിലല്ലാതെ ഇങ്ങനെ കിടന്ന് വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഈ കാല് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം ഗ്രേവി ഇതിൽ മുങ്ങത്തക്ക രീതിയിൽ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റിയിട്ട് നല്ല തിക്കായിട്ട് ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിൽ വരണം. ഏറ്റവും അവസാനം 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അതുവരെ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും കുക്കറിലല്ല എങ്കിൽ ഇത് ഒരു 1-2 മണിക്കൂർ എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് സമയം കുക്കറിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ മീറ്റൊക്കെ ഈ എല്ലിന്ന് വിട്ടു പോരും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കുറഞ്ഞ വേവാക്കിയത്. അപ്പോൾ ഞാനൊന്ന് ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചു. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഗ്രേവി വറ്റിയാൽ മാത്രം പോരാ കേട്ടോ, നമുക്ക് ഇത് കറക്റ്റായിട്ട് വേവും വേണം. ഈ മസാലയെല്ലാം ഇതിൽ പിടിച്ച് നല്ല അടിപൊളി ഒരു കൺസിസ്റ്റൻസിയിൽ വരും കൂടി വേണം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതാണ്. അത്യാവശ്യം ഒന്ന് വറ്റി ഗ്രേവിയൊക്കെ അതിലേക്കൊന്ന് പിടിച്ചിരിക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഏകദേശം 1/4 ടീസ്പൂണൊക്കെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് കിട്ടും. നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് ബീഫ് വേവിച്ചപ്പോൾ, അതിൽ ഈ സമയത്തും കൂടി ഒന്ന് ചേർത്തിട്ട് വീണ്ടും ഈ പൊടികളെല്ലാം എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയും വന്നിട്ടുണ്ട്. പിന്നെ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഞാൻ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഗ്രേവി ആക്കിയത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, എന്നാലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി വേണമെന്നുള്ളവർക്ക് അതും ഇട്ട് കൊടുക്കുക. നല്ല കിഡിലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യം തന്നെ മസാലകളെല്ലാം അരച്ച് ചേർക്കുന്നത് കൊണ്ട്. പിന്നെ നമുക്ക് തോന്നും പോത്തുംകാല് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ നല്ലതായിട്ട് വെന്തിട്ട് അതൊന്ന് മീറ്റൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോരുന്നൊരു പരുവത്തിലായിട്ടുണ്ട്. അത്ര ഒരു ചിലർക്ക് തോന്നുന്നുണ്ടാവും അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇത് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള. നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ട്രൈ ചെയ്ത് നോക്കേണ്ട, കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. വലിയൊരു എക്സ്പെൻസോ അല്ലെങ്കിൽ വലിയൊരു റിസ്കോ ഒന്നുമില്ല ഇത് റെഡിയാക്കാൻ. ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഞാനിതിൻ്റെ അകത്തെ ഈ മജ്ജ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്